Myself, Baby Jean, and I'm coming from the land of culture, Ponnani. And I'm here to talk about hip hop, Korche, and Korche, my work experience, and how a short brown boy became a Paris rapper. സോ ഒരിക്കലും ഒരു റാപ്പർ ആയി തീരണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു റാപ്പ് വീഡിയോസ് മ്യൂസിക് വീഡിയോസ് കണ്ടു വളർന്നിട്ടുള്ള ഒരു ആളല്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക പരിപാടിക്ക് ഉള്ളൊരു സംവിധാനം ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരുന്ന ഒരു നാട് അല്ലെങ്കിൽ ഫാമിലി എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു ആഗ്രഹിച്ചാലും കിട്ടൂല നമുക്കുള്ളൊരു ഏകദേശം ഒരു ബോധ്യം വരുമല്ലോ ഒരു പീക്കിൽ. അപ്പം അങ്ങനെ വളർന്നുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ റൈമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫെയിമോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ അറിയുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആകെ എനിക്കുള്ളൊരു ഇഷ്ടം എൻ്റെ അപ്പത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു ഇഷ്ടം ആകെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഫാഷനായിരുന്നു. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു പുതിയ കുട്ടി, ഒരു പെൺകുട്ടി ക്ലാസ്സിൽ വന്ന്. അപ്പോൾ നമ്മൾ ഈ പുതിയ വർഷം തുടങ്ങുമ്പോൾ എല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തി ചോദിക്കുമല്ലോ പേരെന്താ, എന്താ ആഗ്രഹം, ഹോബി. അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞു ഐ വാണ്ട് ടു ബിക്കം എ ഫാഷൻ ഡിസൈനർ. ഞാൻ ഫാഷൻ ഡിസൈനറാ. അവിടുന്നാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതർ ദാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാഷൻ്റെ പിന്നാലെ പോകുന്നൊരു ക്രൈസ് അല്ലാതെ ഇതിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയതും ഫാഷനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. നമുക്ക് കിട്ടുന്ന അറിവുകളും ഇൻഫർമേഷൻസും ഒക്കെ കളക്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ബിക്കം എ ഫാഷൻ ഡിസൈനർ. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. ഐ വാണ്ട് ടു ബിക്കം എ ഫാഷൻ ഡിസൈനർ ആൻഡ് ഐ ലവ് ഫാഷൻ. സോ എൻ്റെ ഫസ്റ്റ് ലവ് ഈസ് ഫാഷൻ. മ്യൂസിക് എന്നെ തേടിയെത്തുകയായിരുന്നു. എന്താ പറയുക, നമ്മൾ ആ ഒരു കംഫർട്ട് ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പല രീതികളും പല ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം കണ്ടെടുത്ത ഒരു സാധനമാണ് മ്യൂസിക്. കോവിഡ് സമയത്തായിരുന്നു. നമ്മളെല്ലാവരും അറിയാമല്ലേ, ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വരും പോവും, ഫുഡ് കഴിക്കാൻ വരും പോവും, ഉറങ്ങാൻ വരും, രാവിലെ എഴുന്നേൽക്കും പോവും. ഇതായിരുന്നു പരിപാടി. അതുവരെ നമ്മൾ അത്രയും നമുക്ക് വേറെ അങ്ങനെ ടെക്നോളജി പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് സർക്കിൾ അത്ര സോളിഡായിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നാണ് ഒരു ഷോക്ക് പോലെ ഈ കോവിഡ് ഇതൊക്കെ വരുന്നത്. സോ അവിടുന്ന് പിന്നെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും ഒന്നിനും ഒരു ഇതില്ലാതായി. ഒരു റൂമിലിരുന്ന് ഒരുപാട് സമ്മർദ്ദങ്ങൾ കൂടെ കടന്നു പോയിട്ട് അങ്ങനെ പുറത്തു വരുന്നതാണ് ഒരു പേപ്പറിലാക്കി വരികളാക്കി എഴുത്ത്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നത്. സോ അതങ്ങനെ തുടങ്ങി. കോവിഡ് അവസാനിച്ചു, എൻ്റെ എഴുത്തും അവസാനിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫാഷൻ എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ടെത്തി. നമ്മൾ തന്നെ എൻ്റെ പേരൻസിന് ഇപ്പോഴും അറിയില്ല ഞാൻ എവിടെ പഠിച്ച്. അതൊരു മിത്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മിത്താണെന്ന് വിശ്വസിക്കും. കാരണം അവർക്ക് അവിടെ വന്നിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ആ ഒരു ഫാഷന് വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് എത്തുകയും നമ്മൾ ആ ഒരു ഫാഷൻ യാത്രയിലൂടെ പോകുമ്പം ഓക്കെ ഇവിടെ ഒരു മ്യൂസിക്കിന്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിലും ഒരുപാട് നമുക്ക് ആ ഒരു ആർട്ട് പുറത്തേക്ക് കൊണ്ടുവെക്കാനുള്ള ഒരുപാട് എന്താ പറയുക ഡബ്ബിങ് സ്റ്റുഡിയോസ്, പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള നമുക്ക് വീഡിയോഗ്രാഫേഴ്സ്, അത് ഇത് ഇങ്ങനത്തെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും അവിടുന്ന് അതേപോലെ നമ്മളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ ട്രാക്കുകളൊക്കെ ഇറങ്ങി അതൊക്കെ കേട്ട് ഓക്കെ നമുക്കും ചെയ്യണം, എനിക്കും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഞാൻ റാപ്പർ ബേബി ജീൻ എന്നുള്ളൊരു ഇതിലേക്ക് ഉടലെടുക്കുന്നത്. സോ എനിക്ക് ഫാഷൻ എന്ന് പറഞ്ഞത് എനിക്ക് കൈവിടാൻ പറ്റാത്ത ഒരു സാധനമാണ്. സോ ഫാഷൻ ആണ് ഒരാളെ ഡിഫൈൻ ചെയ്യുന്നതും. മേ ബി നമുക്കൊരു എക്സ്പ്രഷൻ വരെ നമുക്ക് ഫാഷനിലൂടെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു വേദിയിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ പല രീതിക്കും നമുക്ക് ഫാഷനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യം തന്നെയായിരുന്നു എനിക്ക് അത്രയും ആ ഒരു ഇതിനോടുള്ള ഒരു ഇഷ്ടവും കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ടാവാം. ആൻഡ് ഐ ആം കമ്മിങ് ടു മൈ ട്രാക്സ്. എനിക്ക് ഒരുപാട് പേര് എൻ്റെ ഓഡിയൻസ് നമുക്ക് പല അഭിപ്രായങ്ങളും. ഉറപ്പായിട്ടും ഒരു ആർട്ട് നമ്മൾ ചെയ്യുമ്പോൾ
അത് എല്ലാവരും അംഗീകരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. അത് നമ്മൾ എന്താണെങ്കിലും, ഒരു പുസ്തകം ഇറക്കുവാണെങ്കിലും, ഒരു ആർട്ട് ഫോം എന്തോ ആയിക്കോട്ടെ, അങ്ങനെ എനിക്ക് വരുന്ന നമുക്ക് പല കാര്യങ്ങൾ അപ്രിസിയേഷൻസ് വരും. ഓക്കെ, നമുക്ക് ഇതിന് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാം, അഭിപ്രായങ്ങൾ പലതാണ്. സോ എനിക്കതിൽ കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് അഗ്രസീവ്. വൈ വൈ മാൻ, അയ്യോ ഇത്ര അഗ്രസീവായിട്ട് എന്തിനാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അരഗൻസ് പരിപാടി എന്തിനാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് നിന്ന് ഓക്കെ ഇങ്ങനെ എഴുതാവൂ, അങ്ങനെ എഴുതാവൂ എന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടോ നമ്മളത് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന വലിയൊരു ഇൻഡസ്ട്രി ഒന്നും ഇല്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെയാണ്. അതിൽ എൻ്റെ കൾച്ചറുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്, എൻ്റെ സ്ലാങ് ഉണ്ട്. സോ ഇതൊക്കെ എനിക്ക് റിയൽ ആയിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഞാൻ പുറത്തൊക്കെ എഴുതുന്നത്. ഒരിക്കലും ഞാൻ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കാത്ത എൻ്റെ രീതികൾ, ഞങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ, അതൊന്നും ഞാൻ ഒരിക്കലും കൈവിട്ട് കളയാൻ ആഗ്രഹിക്കാത്തതാണ്. സോ ഞാനൊരു എഴുത്തിലോട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ പുറത്തു നിന്ന് പേപ്പറിലോട്ടല്ല, ഉള്ളിൽ നിന്ന് പേപ്പറിലോട്ടാണ് വരുന്നത്. സോ അതിൽ അരഗൻസ് തോന്നിയേക്കാം, പക്ഷേ ഞാൻ അതിൽ കാണുന്നത് ഒരു എസെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സെപ്റ്റ് മൂവി ട്രാക്സ്, ഞാൻ എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ്, ഒരു സ്വതന്ത്ര ഗാനം, അല്ലെങ്കിൽ ഗാനം എന്ന് പറയാൻ പറ്റില്ല, റാപ്പ് ഞാൻ ചെയ്യുമ്പോൾ അത് പേപ്പറിലാക്കണേക്കാൾ മുമ്പ് എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അത് പതിഞ്ഞിരിക്കും. ഞാനത് എഴുതുന്ന സമയത്ത് പിന്നെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് നമുക്ക് ഒരു ട്രെൻഡിങ് സാധനം ഉണ്ടാക്കിയാൽ പോരാ, അല്ലെങ്കിൽ എനിവേ ഐ ആം ഡൂയിങ് മൈ തിങ്, അതൊരു മ്യൂസിക്കിലൂടെ ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര ബ്ലെസ്ഡായി. സോ നമ്മളവിടെ റൈംസ് വെച്ചും പിന്നെ പല രീതികൾ അതിൻ്റെ ഒരു ചേർച്ച പൊരുത്തക്കേട് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പോം എഴുതുന്ന പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് ഒരുപാട് സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കണ്ടു വളർന്നതായതുകൊണ്ട് തന്നെ എല്ലാ ട്രാക്കിലും കോമൺ ആയിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഗോളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോകുമ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഹസിൽ ഗ്രൈൻഡ്, അതൊക്കെ നമ്മൾ ഒരു അച്ചീവ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. സോ നമ്മൾ ഒരു ഇവിടെ നിന്ന് അവിടെ തന്നെ നിൽക്കല്ല. ഓക്കെ, ഐ എം കമ്മിങ് ഫ്രം നത്തിങ് ആൻഡ് ഇത്ര നമ്മൾ ചെയ്തു. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റും കാര്യങ്ങളാണ് ഞാൻ ട്രാക്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുക്ക്, വേറെ അപ്പോൾ വീണുടം മിഷൻ ലോകം എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മിസ്റ്റേക്സ് മേ ബി നാളെ ലാലേട്ടൻ്റെ ചെരിവ് ഒരു ഭംഗിയായതുപോലെ ഒരു ഐക്കണാക്കി മാറ്റാൻ ലാലേട്ടൻ്റെ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഈസ് അഭിനയമുണ്ട്. ആൻഡ് ആ ഒരു ചെരിവ് വേറെ വർക്ക് ഹാർഡ്, ഗ്രൈൻഡ് ഹാർഡ്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫോർഗെറ്റ് യുവർ മിസ്റ്റേക്സ്, ഡു യുവർ മിസ്റ്റേക്സ്, ദെൻ ലേൺ. അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു കോളേജ് പഠിക്കുന്ന സമയത്തും ഓക്കെ ദിസ് ഈസ് യു ആൾക്കാരനെ ഉപദ്രവിക്കാതിരിക്കുക, മാനസികമായിട്ട് വിഷമിപ്പിക്കാതിരിക്കുക, അതിന് കാരണം ഉണ്ടാക്കുന്നൊന്നും ചെയ്യാണ്ടിരിക്കുക. ബാക്കി നീ കലയിലോട്ടാണോ, നീ കല ചെയ്യുക, നീ എന്തിലാണ് അതിൽ വിശ്വസിച്ച് നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ഭൂമിയിൽ ഉള്ളതാണ്, മനുഷ്യരുടെ കൂടെ മാത്രമല്ല ഭൂമിയുടെ കൂടെ പിറന്നതാണ് മിസ്റ്റേക്സും പെർഫെക്ഷനും ഇംപെർഫെക്ഷനും എല്ലാം. അതിൽ വിശ്വസിക്കുക. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ ട്രാക്സും ചെയ്ത് വെച്ച് എന്ന് വിശ്വസിക്കുന്നത്. ആൻഡ് അബൌട്ട് മൈ വോയിസ്, ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എറണാകുളം കൊച്ചി മണ്ണിൽ കാല് കുത്തുമ്പോൾ എൻ്റെ കയ്യിലൊരു RX 100ഉം എൻ്റെ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ച് നമ്മൾ പണിക്കൊക്കെ പോയി സംഘടിപ്പിച്ച് ഓക്കെ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കാൻ പോകുന്നത് മോനെ. സോ അവിടെ ഒരുപാട് കാശുകാർ പിള്ളേരാണ് ഉണ്ടാവുക. സോ നമുക്കും ഫാഷൻ പഠിക്കാനാവും എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് വല്യമ്മ തുന്നിക്കൂട്ടി തന്നൊരു ബെഡൊക്കെ മടക്കി ഇതൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ എറണാകുളത്ത് വന്ന് ഇറങ്ങുന്നത്. സോ അവിടെ നിന്ന് ഞാൻ എൻ്റെ വോയിസിനെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നവരോട് പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് ഫോണിലാണ്. നമ്മൾ അതുവരെ ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്ന് പിന്നെ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായി. സോ അവരെൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, എടാ ഈ ഉറക്കത്തിൽ നട്ടുച്ചക്ക് വിളിച്ചാലും രാവിലെ വിളിച്ചാലും വൈകുന്നേരം വിളിച്ചാലും ചോദിക്കും ഈ ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ടാണോ വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ഓക്കെ വെൻ യു ആർ സ്പീക്കിംഗ് ത്രൂ മൈക്ക് ഒരു ക്രിസ്പ് ഇത് ഔട്ട് വരുന്നുണ്ട്. സോ ഐ ട്രൈഡ് മൈ വോക്കൽ
ഈ ഒരു രീതിയിൽ എൻ്റെ എഴുത്ത്, എൻ്റെ ഒരു ആർട്ട് ഞാൻ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ട്രൈ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ വോക്കലിൻ്റെ ഒരു ഇന്നോവേഷൻ അതായത് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ്, ഇത് മറ്റേ ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യലുണ്ടോ എന്നൊക്കെ ചോദിക്കും. സോ അതൊന്നുമല്ല ഗൈസ്, ഇതാണ് പരിപാടി. ആൻഡ് എനിക്കറിയാം ഇവിടെ ഒട്ടുമിക്ക കോളേജ് സ്റ്റുഡൻസ് ആണ് കൂടുതലും. ആൻഡ് ഇതിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച്, ട്രാക്കിനെ കുറിച്ച് പല രീതികളും പല അഭിപ്രായങ്ങളും ഇതിലൊക്കെ ഉണ്ടാവും എന്നെനിക്ക് മനസ്സിലാകും. സോ അതിൻ്റെ ഒരു മേജർ സൈഡ് ഇങ്ങനെയൊക്കെയാണ്. ഒരു ട്രാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മളൊരു സാധനം സൃഷ്ടിക്കുകയാണ്. അവിടെയാണ് നമുക്ക് കണ്ണിനും കാതിനും മനസ്സിനും തട്ടുന്ന രീതിയിലൊരു സാധനം സൃഷ്ടിക്കാം. ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ബേബി ജിൻ ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് അതൊരു തോട്ട് ആയിരിക്കാം, എനിക്ക് അന്ന് തോന്നിയൊരു തോട്ടായിരിക്കാം ഇത്രയും ഒരു കാര്യം, ഒരു ഇന്ധനം നൽകിയിട്ട് ഉണ്ടാവുക. സോ ഒരു ട്രാക്ക് ഞാൻ പറയാം, എൻ്റെ ഒരു ട്രാക്ക്. അതിൻ്റെ ഫസ്റ്റ് വരികൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് അതൊരു കവിത പോലെ ഞാൻ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഒരു മനസ്സിലാവുന്നു. അതായത് പ്രോപ്പർ സ്ലാങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലാങ്ങിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ അത് ഒറിജിനലി പോകുന്നത് കുടിക്കണ കഞ്ഞിക്ക് വകയിലുണ്ടാണേലും കാലിൻ്റെ കീപ്പിട്ട് ചോറ്റാൻ്റെ മേളം ചിമ്മിണി കത്തിച്ച് കാര്യങ്ങൾ നീക്കിയാലും കണ്ണിൻ്റെ മുമ്പിൽ അർമാണി മോഹം ഉണ്ണുന്ന പിഞ്ഞാടം വാപ്പാട കാലത്ത് സ്നോട്ടിൻ്റെ ചില്ലിൻ്റെ പ്ലേറ്റിൻ്റെ വേണം ചത്തത് കൂടുള്ള കൂട്ടുകാരനാണേലും മരിപ്പിന് പോകുമ്പോൾ ബണ്ടാന വേണം. സോ ഇതൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. കുടിക്കുന്ന കഞ്ഞിക്ക് വകയില്ലാണ്ടാണേലും കാലിൻ്റെ കീപ്പിട്ട് ജോർദാൻ്റെ മേളം. ജോർദാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇറ്റ്സ് എ ഷൂ. സോ അതേപോലെ നമ്മൾ കുടിക്കുന്ന കഞ്ഞിക്ക് വകയില്ലാണ്ടാണേലും കാലിൻ്റെ കീപ്പിട്ട് ജോർഡാൻ്റെ വേണം ഉണ്ണുന്ന പിഞ്ഞാണം വാപ്പാടെ കാലത്ത് സ്നോട്ടിൻ്റെ ചില്ലിൻ്റെ പ്ലേറ്റ് തന്നെ വേണം. അതായത് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് മുതുമുത്തശ്ശന്മാരുടെ കാലത്താണ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോട്ട് ചെയ്യാന്ന് പറയും, അതിന് ചില്ലിൻ്റെ പ്ലേറ്റ് തന്നെ വേണം. അപ്പം ആ രണ്ട് വരികൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ മരിപ്പിന് പോകുമ്പോൾ ചത്തത് കൂടുള്ള കൂട്ടുകാരനാണെങ്കിലും മരിപ്പിന് പോകുമ്പോൾ ബണ്ടാന വേണം. ഇതിലൊക്കെ എനിക്കറിയാവുന്ന വരികളും നമുക്ക് അപ്പോൾ ഒരു എഴുതുന്ന സമയത്ത് കിട്ടുന്ന വാക്കുകളും വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. സോ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിന്റെ സിറ്റുവേഷൻ എത്ര താഴെ ആയിക്കോട്ടെ, നീ നല്ലത് സ്വപ്നം കാണാം, നീ ബെറ്റർ കാര്യങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഈവൻ ഒരു കൂട്ടുകാരൻ മരിച്ചു കിടന്ന സിറ്റുവേഷനിൽ നീ നിന്റെ ഫാഷൻ കൈവിടരുത് എന്ന് ആയിരിക്കില്ല. അത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷനിലും നീ നിന്റെ കാര്യങ്ങൾ കൈവിടാതെ നീ നിന്നെ ബെറ്റർ ആയിട്ട് കൊണ്ടുപോവുക. നിന്റെ ചുറ്റപ്പെട്ടിരുന്ന ആൾക്കാരെ നീ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് ഞാൻ എൻ്റെ ട്രാക്കിൽ ഉടനീളം അല്ലെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം. നിങ്ങൾ അതിൻ്റെ വരികളും കാര്യങ്ങളും പൊളിച്ചെഴുതി നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് കമ്മിങ് ടു ബണ്ടാന ആൻഡ് ഫാഷൻ, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ട്രാക്ക് ബണ്ടാന. ഞാൻ എൻ്റെ ഒരുപാട് ലിറിക്സും എൻ്റെ മനസ്സിലുള്ള വരികളിരുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ഡിസൈൻസും എൻ്റെ കളർ പാലറ്റും അതിൻ്റെ ഹാർമണിയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ബ്ലൂ കളറിൽ ലേബൽ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ് ബണ്ടാന. ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ട്രാക്ക്. അതിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇതേപോലെ റൂമിലിരുന്ന് അത് എഴുതി കൂട്ടി. അതിൻ്റെ കാസ്റ്റിംഗ് ഇത് നമ്മളാണ്, മറ്റേത് കോസ്റ്റ്യൂം നമ്മളാണ്, മറ്റേത് നമ്മളാണ്, ഒക്കെ നമ്മളാണ്. സോ ഐ സ്റ്റാർട്ടഡ് ഫ്രം നത്തിങ് and I got an opportunity to do a music video with a cafe. They said, okay, we'll sponsor this. And they said, okay, we got an option here. We'll arrange the team, the whole team, who is shooting, who is directing. But I said, no, I got my own team and I will shoot it my own way. So that's what I'm saying. Make your own way. മടിച്ചു നിൽക്കണ്ട, ഒന്നിലും മടിച്ചു നിൽക്കണ്ട. കാരണം തെറ്റുകളുണ്ടായിരിക്കാം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. തുടങ്ങി നോക്കുക, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വരും. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിസ്ഫിറ്റിനെ കുറിച്ചിട്ട് എങ്ങനെ ഒരു മിസ്ഫിറ്റ് ആവാം, അങ്ങനെയല്ല. നിങ്ങളിത് ചെയ്ത് നോക്കും, നിങ്ങളങ്ങനെ ആയിത്തീരും. ആൻഡ് പിന്നെ വിചാരിക്കുന്നുണ്ടാവും ഇവരൊക്കെ എവിടെ പോയി, ഈ മിസ്ഫിറ്റും അവരൊക്കെ എവിടെ പോയി. അങ്ങനെ അവരെവിടെയും പോകുന്നില്ല, അവരിവിടെ തന്നെയാണ്, നമുക്കിടയിലാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം അടിപൊളിയാക്കുന്നവരാണ്. ആൻഡ് സോ മേക്ക് യുവർ ഓൺ വേ. ആൻഡ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, a boy from a slum became one of the best rappers in Kerala. And that's my sign. Thank you so much.